മല കയറുന്ന ഉദയ്ക്കൊരാശ. ചുറ്റുപാടും അറിയണം. കാടറിഞ്ഞ് നടക്കാൻ അച്ഛനും അമ്മൂമ്മയും പിന്നെ മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ സുനിലേട്ടനും കൂട്ടുണ്ട്. മണ്ണറിഞ്ഞു തുടങ്ങി. തണുപ്പ് ഫീലിംഗ് തലയിലേക്ക് കയറുന്നില്ല. അതാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും ബേസിക് ആയ കാര്യം. ആദ്യമെത്തിയത് ബാല്യകാലത്തെ ഔഷധരുചി. മരത്തിലെ കായെടുത്ത് പിന്നെ ആനക്കൊട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് ഇതിനെക്കൊണ്ട്. പിന്നെ വലിയ വള്ളം, പണ്ട് കപ്പലല്ലോ പട്ടയമാരിയൊക്കെ ഉണ്ടാക്കുന്നത്, അതിനെല്ലാം ഇത് ഉപയോഗിക്കും. പറയുന്നത് പോരല്ലോ, ബലം തൊട്ട് തന്നെ അറിയണ്ടേ. സിന്ദൂരിയും മരവുരിയും ചൂരലും കടന്ന് നടത്താം. ചൂരലുണ്ടോ? ഇതുകൊണ്ടാണ് അടിക്കുന്നത്. പേടിയുണ്ടോ? ഒരെണ്ണം വെട്ടിക്കൊണ്ട് വരട്ടെ? കുരങ്ങൻ കരയുന്നു. അതെ, കുരങ്ങന്റെ കുഞ്ഞിനെ കാണുന്നില്ല. വഴികളിൽ മലയെണ്ണാനും കാത്തുനിന്നു. കുന്തിരിക്കം കാത്തുവെച്ചത് തൊട്ടറിയാനുള്ള സൂത്രം. ഇൻസെക്ഷനെയൊക്കെ ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ സാധനം മേടിക്കുന്നുണ്ട്. അതിനൊക്കെ കുന്തിരിക്കം ഉപയോഗിക്കുന്നുണ്ട്. അന്നപ്പോ അതിനകത്തൊക്കെ ഇങ്ങനെ സ്മെല്ല ജീവൻ തിരിച്ചു പിടിച്ച മടുക്കയും കണ്ടു. ശബരിമല വെടിവഴിപാട് ഈ വന്ന വെടിക്കുറ്റിയിൽ ഈ മരത്തിന്റെ കമ്പ് ഇങ്ങനെ ചെത്തി ആപ്പായിട്ട് ഉപയോഗിക്കും. കുറെ കാലം മുമ്പ് ഒരു കണക്കെടുത്തപ്പോ ഒരു കൊല്ലം 25,000 മരങ്ങള് നശിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പം മടുക്ക ഉപയോഗിക്കുന്നത് വനം വകുപ്പ് തടഞ്ഞിട്ടുണ്ട്. വീണുപോകുന്ന മരങ്ങൾ ആർക്ക് സ്വന്തമാണ്? ഇത് നാഷണൽ പാർക്കാണ്. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമാണ്. ഇവിടെയുള്ള മരങ്ങളൊന്നും വീണാലും എടുക്കാൻ പറ്റില്ല. ഒരു സാധനം കാട്ടുന്ന എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇത് മണ്ണായി മാറും. മനുഷ്യാണ് ഈ മണ്ണാകുന്നു പറയുന്നത്. അതുപോലെ മരവും മണ്ണായിട്ട് മാറും. കണ്ണിലുടക്കുന്നതെല്ലാം ചോദ്യങ്ങളാണ്. ഉത്തരം തേടുന്ന കണ്ണുകളിൽ തിളക്കവും. ഇപ്പൊ 6ാം ക്ലാസ്സിൽ പഠിച്ചതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പൊ ഇടുന്നിടത്തോളം അന്നേരം പഠിച്ചില്ലേ. ഉത്തരം കേട്ട് നടക്കുന്ന വഴിയിൽ ക്യാമറയോടും കൗതുകം. അവിചാരിതമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ സഹപാഠി ഇരട്ടി സന്തോഷമായി. സന്നിധാനത്തേക്ക് നീളുന്ന ഈ വഴി പ്രകൃതിയിലേക്കുള്ള വഴി കൂടിയാണ്. പാഠങ്ങളൊപ്പം പഠിച്ച് മനോജ് മാടശ്ശേരിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം. ആദി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ശബരിമലയിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ദൃശ്യങ്ങൾ നമ്മുടെ ടി വിയിലൂടെയും അതുപോലെ തന്നെ സിനിമയിലൂടെയൊക്കെ മാത്രമേ ശബരിമലയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ കണ്ടിട്ടുള്ളതെല്ലാം സന്നിധാനത്തെ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ദൃശ്യങ്ങൾ കാണുന്ന ആദ്യമാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 6ാം ക്ലാസ്സുകാരന് ക്ലാസ്സിൽ കിട്ടുന്നതിനെക്കാട്ടിയും അറിവ് കിട്ടിയില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാനും പറയുകയാണ്, ഒരുപാട് അറിവുകൾ എനിക്കും കിട്ടി. കാരണം ഞാനും ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ അവിടെ വീഴുന്ന മരങ്ങളൊക്കെ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവിടെ വീഴുന്ന ഈ മരങ്ങളൊക്കെ ആരാണ് എടുക്കുക എന്ന്. അപ്പോൾ അതൊക്കെ ഈ പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമാണ്, നമുക്കൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കും ഒരു പുതിയൊരു അറിവായിരുന്നു. മാത്രമല്ല ഒരുപാട് കായകനികളെ കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെ കിട്ടി. സേതു, ശബരിമലയിലേക്കുള്ള ഈ യാത്രയെന്ന് പറയുന്നത് ഈ ഭക്തിയുടെ ആ ഒരു കാര്യം മാത്രമല്ല, വലിയൊരു യാത്രാനുഭവമാണ്. ലോകത്തെവിടെയും ഒരു വന്യജീവി സങ്കേതത്തിന് നടുവിലൂടെ അല്ലെങ്കിൽ ഒരു കടുവ സങ്കേതത്തിന് നടുവിലൂടെ മനുഷ്യരെ കാൽനടയായി ഇങ്ങനെ കയറ്റി വിടുമോ എന്ന് എനിക്കറിയില്ല. അത്രത്തോളം അത്ഭുതമാണ്. കൊച്ചുകുട്ടികളെ, പ്രായഭേദമന്യേ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ. ഈ കൊച്ചുകുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ 7-8 മാസം പ്രായമുള്ള കുട്ടികൾ വരെ ഉണ്ട്. 1 വയസ്സ് പോലും ആവാത്ത കുട്ടികളുണ്ട്. ചോറൂണിന് കൊണ്ടിരുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ, പ്രായമായവരൊക്കെ ഈ കാട്ടിലൂടെ നടന്നു വരികയാണ്. അത് വലിയൊരു അത്ഭുതമാണ്. ഇവിടെ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ വലിയ മല, 4 കിലോമീറ്ററോളം കാട് കടന്ന് മല താണ്ടിയാണ് ഈ സന്നിധാനത്ത് എത്തുന്നത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ യാത്രയിലെ അനുഭവം കൊച്ചുകുട്ടികൾക്ക് നൽകുന്ന ഒരു പാഠം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ ഒരു വാർത്തയിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പേരാണ് സി സുനിൽകുമാർ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ സീനിയർ ചീഫ് ന്യൂസ് ഫോട്ടോഗ്രാഫർ. അദ്ദേഹം
ഞാനും അദ്ദേഹത്തിനോടൊപ്പം ഈ സന്നിധാനത്ത് ഈ സീസണിൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നു. അദ്ദേഹമാണ് പുല്ലുമേട്ടിലേക്ക് യാത്ര പോയപ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ യാത്രയിൽ ആ കുരുന്നിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹമാണ്. 1993 അദ്ദേഹം മാതൃഭൂമിയിൽ ജോലി തുടങ്ങിയതാണ്. ഞാനൊക്കെ ജനിക്കുന്നതിന് 5 വർഷം മുമ്പ്, അതായത് 10-30 വർഷം അദ്ദേഹത്തിന് ശബരിമലയിൽ മാത്രം അനുഭവമുണ്ട്. അദ്ദേഹം വൈൽഡ് ലൈഫ് ബോർഡിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ കാടുമായിട്ടൊക്കെ ഒരുപാട് ജോലിയുടെ ഭാഗമായി മറ്റു യാത്രകളൊക്കെ ചെയ്ത് ഒരുപാട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെക്കാൾ ശബരിമലയിൽ പരിചയമുള്ള അദ്ദേഹമാണ് ആ കുട്ടിക്ക് ആ ശബരിമലയിലെ ഈ യാത്രയുടെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അറിവിൻ്റെ ലോകം തുറന്നു കൊടുക്കുന്നത്. ആദ്യം പറയുന്ന കാര്യം ആ മണ്ണിൻ്റെ കാര്യമാണ്. മണ്ണിൽ ചവിട്ടി മല കയറണമെന്നാണ്. ഇപ്പോൾ പമ്പയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ കോൺക്രീറ്റായി മാറി, എന്നാലും കാനനപാതയിൽ ഇപ്പോഴും മണ്ണിൽ ചവിട്ടി വരാം. തണുത്ത മണ്ണാണ്. ആ മണ്ണ് കാൽപാദത്തിനെ തണുപ്പിക്കും. അല്ലെങ്കിൽ കല്ലും മുള്ളും താണ്ടുന്ന ആ ഒരു കല്ലിൻ്റെയും മുള്ളിൻ്റെ കാഠിന്യം ഈ തണുത്ത മണ്ണ് മാറ്റിക്കളയുമെന്നാണ് ആ ഒരു ചിന്താഗതി. അതുപോലെ തന്നെ ജീവികളാണെങ്കിൽ മലയണ്ണാനുണ്ട്, കരിങ്കുരങ്ങുകളുണ്ട്, കടുവയും വേഴാമ്പലുണ്ട് നമ്മുടെ കണ്ണിൽ പെടുന്നില്ലെങ്കിലും അവരുടെയൊക്കെ ഒത്ത നടുക്കൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. മരങ്ങളോ നിത്യഹരിത മരങ്ങളാണ്. നമ്മൾ ആ പുല്ലുമേട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോയ നമ്മുടെ വാർത്തയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, നിത്യഹരിത വനങ്ങൾ, താഴെ അടിക്കാട്, അങ്ങനെ വനത്തിലും ഓരോരോ തട്ടുകളുണ്ട്. ആ തട്ടുകൾ ഇടതൂർന്ന വനങ്ങൾ മുതൽ നിത്യഹരിത വനങ്ങൾ, അടിക്കാട്, അങ്ങനെ പല പല മരങ്ങൾ. ഈ ചെറിയൊരു രുദ്രാക്ഷത്തിൻ്റെ കായ അദ്ദേഹം നമ്മളെ ആ സ്റ്റോറിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. രുദ്രാക്ഷത്തിൻ്റെ കായ അത് യഥാർത്ഥ രുദ്രാക്ഷമല്ല, എന്നാൽ ഈ രുദ്രാക്ഷം പെറുക്കിയെടുത്ത് വിൽക്കുന്ന വ്യാജന്മാരുമുണ്ട്. അങ്ങനെ വലിയ അറിവാണ്, വലിയ അറിവ്. സിംഹവാലൻ കുരങ്ങുകളുടെ പ്രത്യേകത, സിംഹവാലൻ കുരങ്ങുകൾ ഒരു തലവനുണ്ടാവും. ഏറ്റവും വലിയ മരത്തിൻ്റെ മുകളിൽ അദ്ദേഹമായിരിക്കും ഈ സിംഹവാലൻ കുരങ്ങുകളുടെ ബാക്കി കൂട്ടത്തെയൊക്കെ നിരീക്ഷിക്കുക. അങ്ങനെ നിരീക്ഷിച്ച് അവർ മറ്റു കുരങ്ങന്മാരെ കാണുമ്പോൾ കൂട്ടത്തിൽ തല്ലുണ്ടാക്കും. അങ്ങനെ വലിയ അറിവിന്റെ ലോകമാണ് ആ കുട്ടിക്ക് സുനിലേട്ടൻ പറഞ്ഞു കൊടുത്തത്. മാത്രമല്ല വലിയൊരു അറിവ് തന്നെയാണ് അത്. ഈ 6ാം ക്ലാസ്സുകാരന്റെ കൗതുകത്തിനപ്പുറം നമ്മുടെ പ്രേക്ഷകർക്കും ഈ ഒരു വാർത്ത അത് വലിയ ഒരു അറിവ് തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ ശബരിമല യാത്ര അത് ഒരു അനുഭവം തന്നെയാണ്. പോകാത്തവർക്കൊക്കെ, എന്നെ പോലെ പോകാത്തവർക്കൊക്കെ അതൊരു മിസ്സിങ്ങുമാണ്. ശരി ആദി.